2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നത് 7 ഘട്ടങ്ങളിലായാണ്. അതിലെ ആദ്യ 2 ഘട്ടങ്ങളിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് അടക്കമുള്ള ഇടങ്ങളിൽ തിരഞ്ഞെടുപ്പ് കഴിയും. ഉത്തർപ്രദേശ് 2019 പോലെയല്ല നിലവിൽ. BJPക്ക് വലിയ പ്രതീക്ഷയാണ്. എന്നാൽ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയല്ല പ്രതിപക്ഷ പാർട്ടി. ഇന്ത്യ സഖ്യം എന്ന ഒരു വലിയ സഖ്യം രൂപീകരിച്ചുകൊണ്ടാണ് BJP എതിരിടാൻ പോകുന്നത്. സമാജ്വാദി പാർട്ടിയെ പോലെ ഉത്തർപ്രദേശിൽ ശക്തമായ ഒരു പാർട്ടി കൂടി ഇന്ത്യ സഖ്യത്തിലുണ്ട് എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഉത്തർപ്രദേശിൽ 2019 BJP നേടിയ അത്ര സീറ്റുകൾ 2024 നേടില്ല എന്ന ആത്മവിശ്വാസമുണ്ട് ഇന്ത്യ സഖ്യത്തിന്. എന്നാൽ ഇന്ത്യ സഖ്യത്തിന് ഇപ്പോൾ വലിയ ഭീഷണിയായി നിൽക്കുന്നത് വിമതരാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് നിലവിലുള്ളത്. സമാജ്വാദി പാർട്ടിയിലും കോൺഗ്രസിലുമാണ് ഈ പ്രതിഷേധം കാര്യമായുള്ളത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമാജ്വാദി പാർട്ടി ഒരു സർവേ നടത്തുന്നു. സിറ്റിംഗ് എംപിമാർ അതത് ലോക്സഭാ മണ്ഡലങ്ങളിൽ വീണ്ടും മത്സരിച്ചാൽ വിജയിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന സർവേ. ആ സർവേയിൽ സിറ്റിംഗ് എംപിമാരെ മത്സരിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സമാജ്വാദി പാർട്ടി എത്തുന്നു. പിന്നെ ലോക്സഭാ മണ്ഡലത്തിൽ സ്വാധീനമുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവരെ സ്ഥാനാർത്ഥികളാക്കുവാനുള്ള തീരുമാനത്തിലേക്ക് സമാജ്വാദി പാർട്ടി എത്തുന്നു. അത് പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനമുയർത്തുന്നു. സിറ്റിംഗ് എംപിമാർ വോട്ട് ചെയ്യില്ല എന്നും തെരഞ്ഞെടുപ്പിൽ കാര്യമായി ഇറങ്ങില്ല എന്നും ഉള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു. അത് ഇന്ത്യ സഖ്യത്തിനെയും സമാജ്വാദി പാർട്ടിയെയും വലിയ പ്രതിരോധത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. മീററ്റ്, അംറോഹ, റാംപൂർ, മൊറാദാബാദ് അടക്കമുള്ള 6 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് നിലവിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നത്. ഇനി കോൺഗ്രസിലേക്ക് വരുമ്പോൾ, കോൺഗ്രസിൽ BJP MP ആയിരുന്ന ഡാനിഷ് അലി BJPയിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഇക്കുറി മത്സരിക്കുന്നു. അത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാർക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന് വേണ്ടി പ്രചാരണ പരിപാടികൾക്ക് ഇറങ്ങുവാൻ തങ്ങൾ സന്നദ്ധരല്ല എന്ന് കോൺഗ്രസിനെ പ്രാദേശിക നേതാക്കന്മാർ അറിയിക്കുകയും ചെയ്തു. കാരണം ഡാനിഷ് അലിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഒപ്പമുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരെയും പാർട്ടി നേതാക്കന്മാരെയും മാറ്റി നിർത്തിക്കൊണ്ട് BJPക്ക് വേണ്ടി നിലനിന്നിരുന്ന ഡാനിഷ് അലിയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ, കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിപ്പിക്കുമ്പോൾ അത് കോൺഗ്രസിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കുക എന്ന അഭിപ്രായമാണ് പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമുള്ളത്. കാര്യമായ നേട്ടം ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം ഉണ്ടാക്കും എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്ന സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിലും സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള തമ്മിലടിയിൽ ആത്മവിശ്വാസത്തിന് ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. അത് പ്രതികൂലമായി തങ്ങളെ ബാധിക്കുമോ എന്ന ഭയവും ഇരു കൂട്ടർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനുനയ ചർച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കാര്യമായ യോഗങ്ങൾ വിളിച്ചുകൂട്ടുന്നത്. എന്നാൽ സമാജ്വാദി പാർട്ടിയിൽ വിമർശനം ഉന്നയിച്ച എംപിമാരും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാരുമൊക്കെ ഇത്തരത്തിലുള്ള അനുനയ ചർച്ചയ്ക്കൊടുവിൽ സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും ഗുണകരമാകുന്ന ഒരു തീരുമാനത്തിലേക്ക് എംപിമാരും പ്രാദേശിക നേതാക്കന്മാരും എത്തുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അതിന് സാധ്യതയും വളരെ വളരെ കുറവാണ്. എന്തായാലും ഇന്ത്യ സഖ്യം ശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ ഉത്തർപ്രദേശ് പോലെ സീറ്റുകൾ അധികം നേടിയെടുക്കേണ്ട ഒരു സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിൽക്കുന്ന പാർട്ടിക്കുള്ളിൽ വലിയ വിള്ളലുണ്ടാകുന്നത് അത് ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടി തന്നെയാണ്. ഇനി അറിയേണ്ടത് അനുനയ ചർച്ചയ്ക്കൊടുവിൽ എന്താകും സമാജ്വാദി പാർട്ടിയിലെയും കോൺഗ്രസിലെയും നേതാക്കന്മാരുടെ തീരുമാനം എന്ന് മാത്രമാണ്. പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണി എന്ന അവസ്ഥയാണ് ഇന്ത്യ സഖ്യത്തിന് ഉത്തർപ്രദേശിൽ. എങ്ങനെങ്കിലും കുറേയേറെ സീറ്റുകൾ നേടിയെടുക്കണം എന്ന തീരുമാനമായിരുന്നു ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ ശക്തമായ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിൽക്കുന്ന സമാജ്വാദി പാർട്ടിയിലും കോൺഗ്രസിലുമുള്ള ഈ വിള്ളൽ അത് ഇന്ത്യ സഖ്യത്തിനെ കാര്യമായി ബാധിച്ചു എന്ന് തന്നെ പറയാം.